ഹലോ നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്നൊരു മുട്ടക്കറി എങ്ങനെ വയ്ക്കാമെന്ന് വിചാരിക്കാം. വേഗം വയ്ക്കാം. നമുക്കപ്പോൾ ആരെങ്കിലും ഗസ്റ്റോ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെയൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ട, അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് നേരം വെള്ളത്തിലെടുത്ത് വെച്ചാണ്. മുട്ട പുഴുങ്ങുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ആക്കിയിട്ടാണ് പുഴുങ്ങാവുള്ളൂ. ഇത് പൊട്ടിപ്പോവും. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ടു. പിന്നെ ഞാനൊരു പിഞ്ചൊരു ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ മുട്ട ചേർത്തുള്ള വേസ്റ്റോ ഇതൊക്കെ പൊക്കോളും. അതിന് വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇനി നമുക്കിതൊരു തുണിയോ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക്, അല്ലെങ്കിൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. മുട്ട എപ്പോഴും ഇങ്ങനെയാണ് നന്നായിട്ട് കഴുകിയിട്ടേ ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പുഴുങ്ങുമ്പോൾ മുട്ടയുടെ ഉള്ളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ട ഇങ്ങനെ നമ്മൾ കഴുകുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു കറി ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കണേക്കാളും നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ കഴുകുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. കുട്ടികൾക്കൊക്കെ മുട്ട കൊടുക്കാനൊക്കെ ആകുമ്പോൾ കോഴി കൊടുക്കാനൊക്കെ പുഴുങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ പുഴുങ്ങിയാൽ നല്ല കേട്ടോ. നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കാം. പ്രഷർ കുക്കറിലേക്ക് മുട്ട ഇടാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പിടുന്നുണ്ട് കേട്ടോ. അല്പം ഉപ്പിടുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക്